മാർച്ച് 22 ലോക ജലദിനം. എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നു. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ആഗോള ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന UN പരിസ്ഥിതി വികസന കോൺഫറൻസിലാണ് ലോക ജലദിനാചരണം എന്ന ആശയം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. തുടർന്ന് 1993 മുതൽ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുവാൻ ജനറൽ അസംബ്ലി തീരുമാനിക്കുകയും അപ്രകാരം നടന്നു വരികയും ചെയ്യുന്നു. ഭൂമിയെ നീലഗ്രഹം എന്നാണ് വിളിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയായതിനാലാണ് അങ്ങനെ വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൻ്റെ 75% വരുന്ന ഭാഗം സമുദ്രജലത്താൽ ആവൃതമായിരിക്കുന്നതിനാലാണ് അപ്രകാരം ഭൂമി നീല നിറത്തിൽ കാണപ്പെടുന്നത്. വിശാലമായ ജലമണ്ഡലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുതന്നെ ഭൂമിക്ക് ജലഗ്രഹം എന്നൊരു പേരുമുണ്ട്. പക്ഷേ ഭൂമി ഇത്രമാത്രം ജലസമൃദ്ധമാണെങ്കിൽ പോലും ഈ ജലത്തിൻ്റെ 97% ലവണജലമാണ്. കേവലം 3% മാത്രമാണ് മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും ഉപയുക്തമായ ശുദ്ധജലം. അവിടെയാണ് ശുദ്ധജലത്തിൻ്റെയും ശുദ്ധജലം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും പ്രാധാന്യം. ഭൂമിയിൽ എല്ലായിടവും ജലക്ഷാമവും വരൾച്ചയും എല്ലാം നിത്യസംഭവവും വാർത്തയുമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ജലക്ഷാമം അനുഭവപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നീങ്ങുന്നു. കരുതലില്ലാതെയുള്ള ജല ഉപഭോഗവും ജലസ്രോതസ്സുകളായ വനങ്ങളും മലകളും വെട്ടി നിരത്തുന്നതും ജലാശയങ്ങൾ വെട്ടി നികത്തുന്നതും ഈ ജലക്ഷാമത്തിന് ആക്കം കൂട്ടുന്നു. ജലം ഇല്ലാതെയാവുക എന്നാൽ ജീവൻ തന്നെ അവസാനിക്കുന്നു എന്നാണ് അർത്ഥം. അത്ര അമൂല്യമായ ജലത്തെ ഒട്ടും പാഴാക്കാതെയും മലിനമാക്കാതെയും അതിൻ്റെ സ്രോതസ്സുകളെ എല്ലാ പ്രകാരത്തിലും സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയും കർത്തവ്യവുമാണ്. ഇത്തരം കാര്യങ്ങളാണ് ലോക ദിനാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. AKG ഓർമ്മദിനം. അനീതിയും അവകാശ ലംഘനങ്ങളും നടമാടുന്നിടത്തെല്ലാം കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ച് ജീവിതം അക്ഷരാർത്ഥത്തിൽ പോരാട്ടമാക്കിയ പാവങ്ങളുടെ പടത്തലവൻ എന്ന് പേരുകേട്ട കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവും ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവുമായ AKG എന്ന AK ഗോപാലൻ 1977 മാർച്ച് 22 ഈ ലോകത്തോട് വിട പറഞ്ഞു. 1904 ഒക്ടോബർ 1 കണ്ണൂരിലെ പെരളശ്ശേരിയിൽ ജനിച്ച AKG 7ാം ക്ലാസ് പഠനത്തിനു ശേഷം 7 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് ജോലി ഉപേക്ഷിച്ച് കേരള നവോത്ഥാന പ്രവർത്തനങ്ങളിലും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങളിലും വ്യാപൃതനായി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ ജാഥ ക്യാപ്റ്റനും സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ വോളണ്ടിയർ ക്യാപ്റ്റനുമായി. 1934
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ പ്രവർത്തകനായി. 1936 36 അനുയായികളെയും നയിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് മധുര വരെ 80 മൈൽ ദൂരം 2 മാസം കൊണ്ട് നടന്നു സഞ്ചരിച്ചു നടത്തിയ പട്ടിണി ജാഥ ചരിത്രപ്രസിദ്ധമാണ്. കർഷക തൊഴിലാളികളുടെ ദുരിതങ്ങൾ ജനശ്രദ്ധയിൽ എത്തിക്കുകയും പ്രശ്നപരിഹാരത്തിനായി മദിരാശി സർക്കാരിനെ പ്രേരിപ്പിക്കുകയുമായിരുന്നു ജാഥയുടെ ലക്ഷ്യം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിൽ അംഗമായി. അനവധി തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും പല പ്രാവശ്യം ഒളിവിൽ താമസിക്കുകയും പല പ്രാവശ്യം ജയിലിലാവുകയും ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കുകയും ഒക്കെ ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ അദ്ദേഹം കണ്ണൂർ ജയിലിലായിരുന്നു. 1952 നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി കാസർകോട്ട് നിന്ന് വിജയിക്കുകയും ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വീണ്ടും തുടർച്ചയായി 5 പ്രാവശ്യം ലോക്സഭാംഗമായി. മരണം വരെയും ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ AKG 1977 മാർച്ച് 22 അന്തരിച്ചു.